ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ്, ഗുരുവായൂരിലേക്ക്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ വീട് തൃശ്ശൂരാണെന്ന്. തൃശ്ശൂർ ഗുരുവായൂരാണ് എൻ്റെ വീട്. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോവാണ്. ഇപ്പം സമയം 4:45. അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 6 മണിക്കൂറുണ്ട്. നമ്മൾ കാറിലാണ് പോകുന്നത്. സോ അപ്പം നമുക്ക് പോവാം. ഇതിൽ നിന്നൊരു കമ്മലിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡ് സെറ്റാണ്. നല്ലതാണ്. എങ്ങനെയുണ്ട്? കുറേ മോഡൽ കമ്മലില്ലേ. രാവിലെ തന്നെ എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യില്ല. സോ ഇതാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം. അപ്പം നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. കുട്ടു ഹായ് പറയൂ. അപ്പോൾ ഇന്ന് നമ്മളൊരു 12 മണിയോട് കൂടി എത്തുമെന്ന് വിചാരിക്കുന്നു. ലുട്ടും നേരത്തെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. ഉറക്കത്തിന്റെ ഒരു ഇതുണ്ട്. 2 ഭാഗം അടിച്ചൊരു തുടയ്ക്ക. അപ്പം നമ്മൾ ഇറങ്ങാണ്. നമ്മള് അപർണനെ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. അവള് വരുന്നില്ല, അവള് മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില് കേട്ടോ. സോ അപ്പൊ നമുക്ക് അടുത്ത ഓൺ ദ വേയിൽ കാണാം. ബൈ. അപ്പൊ പോവല്ലേ കുട്ടു? യെസ്. അങ്ങനെ നമ്മളെ തലശ്ശേരി മാഹി ഹൈവേ ആണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് ഈ സംഭവം. ഇപ്പോൾ 4 വരിപ്പാത ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് രാവിലെ അത്ര തിരക്കില്ല. നമ്മളവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 5:30-6 മണിയോടൊക്കെയാണ് ഇവിടെ എത്തിയത്. 6:30 ആവാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സൺറൈസിൻ്റെ ടൈമായിരുന്നു. പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് നല്ല ഭംഗി കാണാനായിട്ട്. കാറിൽ കിടന്ന് ലുട്ടുറക്കമായി. നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ. പിന്നെ ആ ബാക്കിൽ കാണുന്ന ചെടിപ്പടലങ്ങളെ അമ്മ വീട്ടിൽ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നോറേനെ കൈപ്പിടിച്ചിട്ടുണ്ട്. ലിയോനെ അവിടെ കുവീര് നമ്മുടെ തൽപ്പറമ്പന്നെ നിർത്തി നോറേനെ കൈപ്പിടിച്ചു. നോറ ഇനി ഇവിടെ ആയിരിക്കും. അമ്മയുടെ കൂടെ വന്നതായിരുന്നു. അങ്ങനെ നോറ ഭയങ്കര എക്സൈറ്റഡ്. അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, കാഴ്ചകൾ കാണുന്നു. ലുട്ട് നല്ല ഉറക്കമായി കേട്ടോ. എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ മൂപ്പരാൾക്ക്. പിന്നെ ഞാനിങ്ങനെ പോകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സൺറൈസ്, ആ ഒരു സൂര്യനെ ഇങ്ങനെ കണ്ടത്. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്ത കേട്ടോ. നല്ല രസമാണല്ലേ ഇങ്ങനെ കാണാൻ. വഴിയിൽ വെച്ച് നമുക്ക് കാറിൻ്റെ ഒരു ചെറിയ ശബ്ദം അവിടുന്ന് ഇവിടുന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കാലിക്കറ്റുള്ള ഇൻഡസ് മോട്ടോഴ്സിൻ്റെ നമ്മൾ സ്ഥിരം കാണിക്കുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് കൊണ്ടുവന്നു. പക്ഷെ അത് 9 മണിയാവും തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വിട്ടു. നേരെ വന്നത് ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കാലിക്കറ്റിനുള്ള രത്നാകര ഇതുവരെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. നമ്മൾ വളഞ്ഞിട്ടുള്ള റൂട്ട് വന്നു അതാ ഇൻഡസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു കയറി നോക്കി. അവിടുന്ന് നമ്മൾ വെള്ളയപ്പം, അതുപോലെ നെയ് റോസ്റ്റ്, അങ്ങനത്തെ ഇത്യാദി സാധനങ്ങളാണ്. ഇപ്രാവശ്യം ഞാൻ വെള്ളയപ്പം, പിന്നെ ചിക്കൻ സ്റ്റൂ. സാധാരണ ഞാൻ രാവിലെ നോൺ വെജ് അങ്ങനെ പ്രിഫർ ചെയ്യില്ല. പക്ഷെ എനിക്കെന്തോ ചിക്കൻ സ്റ്റൂ എന്ന് കേട്ടപ്പോൾ അതൊന്ന് കഴിക്കാൻ തോന്നി. ലുട്ടു എപ്പോഴത്തെയും പോലെ തന്നെ നെയ് റോസ്റ്റാണ് എടുത്തത്. പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ, ചിക്കൻ സ്റ്റൂ വാസ് ഓസം. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഒരു കോഫി, ഞാനൊരു ടീ, ഒരു കോഫി, അത്രയൊക്കെ തന്നെ. ഇതൊക്കെ കഴിച്ചു. എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടമുള്ളൊരു സിറ്റിയാണ് കേട്ടോ കാലിക്കറ്റ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാഫിക് ബ്ലോക്കോ അങ്ങനത്തെ ഒരു പൊള്യൂട്ടഡോ അങ്ങനെയൊന്നുമല്ല. എന്നാൽ ഒരു യഥാർത്ഥ സിറ്റിയുടെ ഒരു വൈബും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലിക്കറ്റിൽ കൂടെ പോകാനുണ്ട്. മുന്നൊന്നും ഞാൻ തീരെ പോയിട്ടില്ല. പക്ഷെ ഇപ്പം കണ്ണൂർ പിന്നെ നമ്മൾ വരണത് മറ്റേ ചെമ്പ്രവട്ടം പാലത്തിൻ്റെ അതിൽ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ
മാങ്ങയും നെല്ലിക്കയും വാങ്ങി. എപ്പോഴും ഈ സാധനം വാങ്ങാൻ പറഞ്ഞാൽ എപ്പോഴും സമ്മതിക്കാറില്ല, പക്ഷെ അത് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഇവിടുന്ന് ഞാൻ വാങ്ങിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പക്ഷെ ഞാൻ പറയും കുറച്ച് കൂടുതൽ മുളകിട്ടോ ചേട്ടാ എന്നൊക്കെ പറയും, പക്ഷെ കുറച്ച് മുളകിട്ട് തന്നിട്ടുള്ളൂ. സാരില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്നിട്ട് ഞാനത് കഴിച്ചങ്ങോട്ട് സന്തോഷിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് പാലപ്പെട്ടിയിലുള്ള മേമയുടെ വീട്ടിലേക്കായിരുന്നു. നമ്മൾ ആ വഴി വരുമെന്ന് വിചാരിച്ചില്ല, എന്തായാലും ആ വഴി വന്നതാണല്ലോ, അപ്പോൾ പിന്നെ മേമനും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ മേമയുടെ വീട്ടിലേക്ക് കയറി. മേമ സൂപ്പർ കുക്കാട്ടോ. നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ മേമനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുപ്പത്ത് നല്ല ഞണ്ട് കിടന്നിങ്ങനെ തിളക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഭയങ്കരമായ പരിമിതി, വീട്ടിലെത്തിയിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഉണ്ടാക്കിപ്പിക്കാം, സമയമുണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ അവരുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊക്കെ വീഡിയോ എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പും ഹരിതാപയാണ്. വീടിനുള്ളിൽ കയറിച്ചത് വീടിൻ്റെ അകവും കംപ്ലീറ്റ് പച്ചപ്പാണ്. നല്ല രസമാണ് കാണാൻ, എനിക്കിഷ്ടമാണ് അങ്ങനത്തെയൊക്കെ ഡെക്കോറ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. പിന്നെ എപ്പോഴേ ഇറങ്ങിയില്ല, നേരെ വീട്ടിലേക്ക് വിട്ടു. ഈ ഒരു കാട് പടർപ്പിൽ കൂടി ചെന്നിട്ടാണ് നമ്മുടെ വീട്. കണ്ടാൽ ഇത് എങ്ങോട്ടുള്ള റൂട്ടെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ വീട്ടിലേക്കാണ്. ആ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച വീടുണ്ടല്ലോ, അതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയതും നമ്മുടെ അമ്പൂട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. മറ്റാൾ ചടി ഉറങ്ങി വന്നു. പിന്നെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര പ്രേമമാണ് അവൻ എല്ലാവരോടും. ഇനി ഇത് നമ്മുടെ ചേട്ടത്തിയമ്മയാണ്, മൂത്ത ചേട്ടത്തിയമ്മ. ആള് ഞാൻ കുളിച്ചൊരുങ്ങിയേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വീഡിയോയിൽ അധികം വന്നില്ല. നമുക്ക് കൊണ്ടുവരാം, നെക്സ്റ്റ് വീഡിയോയിൽ അവളെ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.